അപ്പം മാത്സ് നമ്പർ 1 എന്ന് പറയുന്ന എന്റെ ചാനലിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ അതിനകത്ത് മാത്സ് ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ഞാൻ ഇന്നെടുക്കുന്നത്. ബാക്കി ക്ലാസ്സുകളൊക്കെ കുറെ വരുന്നുണ്ട്. ഒരു ശകലം ഇടവേള വന്നായിരുന്നു, വെള്ളപ്പൊക്കമൊക്കെ വന്നിട്ടുണ്ടാകും വന്നത്. എന്നാലും നമുക്ക് നോക്കാം 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അതും വേറെ കുറെ ടെക്നിക്കുകളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ആദ്യമേ 2 ഡിജിറ്റ് നമ്പറിന്റെ സ്ക്വയർ ഞാൻ പറഞ്ഞിട്ട് 31ന്റെ സ്ക്വയർ എത്രയാണ്? ഞാൻ ഒറ്റയടിക്ക് 961 എന്ന് പറയുന്നതാണ് 31ന്റെ സ്ക്വയർ. 63ന്റെ സ്ക്വയർ എത്രയാണ്? 2809. 2809. ഇതാണ് ഇതെങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചത്. നിങ്ങൾ നോക്കാൻ ഞാൻ അതിന്റെ ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കണക്കിലും ഇതേ രൂപത്തിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആദ്യത്തെ ഞാൻ പറഞ്ഞത് 31ന്റെ സ്ക്വയർ ആണ്. അപ്പൊ എന്താണ് 31ന്റെ സ്ക്വയർ? 31 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതാണ് 31 സ്ക്വയർ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമ്മുടെ ജാക്കോബാസ് പഠിപ്പിച്ചിരിക്കുന്നത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞ് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ യൂസ് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അത് നമുക്ക് മാത്സിനകത്ത് എങ്ങനെ വിനിയോഗിക്കാം എന്ന് പഠിപ്പിച്ചിട്ടില്ല. കേരള സിലബസിനകത്ത് കുറച്ച് പറയുന്നുണ്ട്, പക്ഷെ അധ്യാപകർ സാറിന് പറയാറില്ല, പഠിപ്പിക്കാറില്ല. അത് വേറെ രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് അപ്പൊ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ കുട്ടികൾ ആ ട്രിക്കോട് കൂടി പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് വേറെ രീതിയിലാണ്. നമുക്ക് നിങ്ങൾക്ക് അറിയാം a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2b പ്ലസ് b സ്ക്വയർ. ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, എങ്ങനെ കാണാം? അപ്പൊ നിങ്ങൾ അവർക്ക് പുസ്തകത്തിൽ ചെയ്തിരിക്കുന്ന രീതിയാണ്, അല്ല അതിനേക്കാൾ എളുപ്പമായ രീതിയാണ്. നോക്കുക, 31ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് ആദ്യത്തെ ഈ പ്ലേസിൽ 1 ആണ് കിടക്കുന്നത്. ഈ 1ന്റെ സ്ക്വയർ ഞാൻ വലിയ ആദ്യം ഇടുന്നു. 1ന്റെ സ്ക്വയർ 1 ആണ്. ഇനി അടുത്ത എന്താണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 നമ്പറിലൂടെ മൾട്ടിപ്പിൾ ചെയ്യും. ഏതൊക്കെ? 3 into 1 into 2. അപ്പൊ മൾട്ടിപ്പിൾ ചെയ്യുന്ന നമ്പർ ഏതൊക്കെയാണ്? 3 into 1 into 2. അതായത് 3 into 1 into 2. 3 into 1 into 2 നിങ്ങൾക്ക് അറിയാം 6 ആണ്. അപ്പൊ ഞാൻ 6 എഴുതി. ഓക്കെ, തീർന്നു. റിമൈൻഡറോ ഒന്നുമില്ല. അത് ഞാൻ എഴുതുന്ന ഈ രണ്ടാമത്തെ അതായത് 10ന്റെ പ്ലേസിൽ കിടക്കുന്നതിന്റെ സ്ക്വയർ എഴുതി. 10ന്റെ പ്ലേസിൽ കിടക്കുന്നതിന്റെ സ്ക്വയർ എത്രയാണ്? 3. 3യുടെ സ്ക്വയർ 9. അപ്പൊ 9. ഇത്രയേ ഉള്ളൂ. 9 തീർന്നു. ഇതാണ് 31ന്റെ സ്ക്വയർ. നെക്സ്റ്റ് വേറെ നമ്പറുടെ എഴുതി കാണിക്കാം. ഇപ്പൊ നേരത്തെ ഞാൻ ഇന്ത്യൻ നമ്പർ 53യുടെ സ്ക്വയർ. എങ്ങനെയാണ് 53യുടെ സ്ക്വയർ എടുക്കുക? ആദ്യത്തെ നമ്മുടെ 3യുടെ സ്ക്വയർ എടുക്കും. 3യുടെ സ്ക്വയർ നമുക്കറിയാം. 3യുടെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. അതിനുശേഷം ഇത് 3 കൂടെ ഗുണിക്കും. എന്തൊക്കെ? 5 into 3 into 2. കേട്ടോ, ഇങ്ങനെയാ ക്രമത്തിൽ ഗുണിക്കുക. 5 into 3 15. 15 into 2 30. 30 ഞാൻ എന്ത് എഴുതുന്നു? 0 എഴുതുന്നു. 0 എഴുതുമ്പോൾ റിമൈൻഡർ എത്രയുണ്ട്? 3. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് റിമൈൻഡർ എഴുതി വെക്കരുതെന്ന് പറയും, അത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറയും. അപ്പൊ 30 എന്ന് പറയുമ്പോൾ 0 എഴുതി റിമൈൻഡർ 3 ആണ്. 3 അവിടെ കിടക്കട്ടെ. ഈ 5ന്റെ സ്ക്വയർ എടുക്കുന്നു. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. 25ന്റെ കൂടെ 3യുടെ കൂട്ടുക 28. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. എത്ര കിട്ടി? 2809. വേറൊരു സംഖ്യയോടെ ഞാൻ ചെയ്ത് കാണിക്കാൻ നിങ്ങൾ നോക്കുക. വേറെ ഏതാണ്? 62ന്റെ സ്ക്വയർ. സ്ക്വയർ ഓഫ് 62. 62 സ്ക്വയർ എത്രയാണ്? 62ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഞാൻ പറഞ്ഞ അതേ മെത്തേഡ് നിങ്ങൾ നോക്കുക. ആദ്യത്തെ ഡിജിറ്റ് ഏതാണ്? അതായത് 2ന്റെ പ്ലേസിൽ കിടക്കുന്നത് അതോ 1ന്റെ പ്ലേസിൽ കിടക്കുന്ന ഡിജിറ്റ് 2 ആണ്. അതിന്റെ സ്ക്വയർ എഴുതുക. അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിന്റെ സ്ക്വയർ 4 ആണ്. ഇതിന്റെ സ്ക്വയർ അവിടെ കിടന്ന് നിർത്തി. അതിന്റെ റിമൈൻഡറോ ഒന്നുമില്ല, അവിടെ കൂടെ നിർത്തി. ഇത് 3 കൂടെ കുടിക്കണം. 6 into 2 into 2. 6 into 2 12. 12 into 2 24. 24 നമ്മൾ എത്ര എഴുതും? 4 എഴുതും. 24 എത്ര എഴുതുന്നു? 4 എഴുതുന്നു. റിമൈൻഡർ എത്രയുണ്ട്? 2 ഉണ്ട്. ഇടുക. റിമൈൻഡർ 2. മെമ്മറി പാർട്ടിൽ കൊടുത്തു 2. ഇനി ഇവിടെ കിടക്കുന്ന രണ്ടാമത്തെ ഇതിന്റെ പ്ലേസിലുള്ള സ്ക്വയർ കാണുക. 36 അല്ലെ? 6ന്റെ സ്ക്വയർ 36. 36ന്റെ കൂടെ ആ 2 കൂടെ കൊടുക്കുക. 38. കണ്ടോ? 3844. എളുപ്പമായില്ലേ? ആയോ? ഇല്ലാതെങ്കിൽ ഓരോ കൂടെ കാണിക്കും. വലിയ സംഖ്യ ഞാൻ കാണിച്ചേക്കാം. 2 ഡിജിറ്റ് എന്നുള്ളത് നമുക്കിപ്പോ എഴുതാൻ പറ്റുന്ന ഏതാണ്? ഞാൻ പറയുന്ന കാര്യം എന്താണ്? ഒരു കാര്യം ചെയ്യും. 76ന്റെ സ്ക്വയർ എത്രയാണ്? നിങ്ങൾ എനിക്ക് മൾട്ടിപ്പിൾ ചെയ്യുന്ന സ്ഥാനത്ത് നിങ്ങൾ നോക്കുക. 76 ഞാൻ പറഞ്ഞ അതേ മെത്തേഡ് നിങ്ങൾ നോക്കുക. 7 6 മാറ്റിയിരിക്കുന്നത് യൂണിറ്റ് പ്ലേസിൽ കിടക്കുന്ന 6 ആണ്. 6ന്റെ സ്ക്വയർ എടുക്കുക. 6ന്റെ സ്ക്വയർ എത്രയാണ്? 36. ആ 36ന്റെ എത്ര എഴുതണം? ഇവിടെ 6 എഴുതണം. ഓക്കെ അല്ലേ? 36ന്റെ എത്ര എഴുതി? 6 എഴുതി. റിമൈൻഡർ എത്രയുണ്ട്? 3 ഉണ്ട്. മെമ്മറി പാർട്ടിലേക്ക് കൊടുക്കുക. 3 അവിടെ കിടന്നോട്ടെ. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് 3 കൂടെ ഗുണിക്കണം. ഏത് 3 കൂടെ? 7 into 6 into 2. 7 into 6 നിങ്ങൾക്കറിയാം. 7 into 6 എത്രയാണ്? 42 ആണ് അല്ലെ? 7 into 6 42. ആ 42 into 2 42 into ഡബിൾ 42 into 2 84. 84ന്റെ കൂടെ ആ റിമൈൻഡറായി 3യുടെ കൂട്ടുക. 84ഉം ആ 3യുടെ കൂട്ടുമ്പോൾ 87. 87 എത്ര എഴുതി? 7 എഴുതി. റിമൈൻഡർ എത്രയുണ്ട്? 8 ഉണ്ട്. മൊത്തം എത്രയായിരിക്കുന്നത്? ഞാൻ 8. നിങ്ങളുടെ മെമ്മറിയിൽ വിടുക 8. ഇനി ഈ 7ന്റെ സ്ക്വയർ എടുക്കുക. 7ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം 49. 49ഉം ആ 8 കൂടെ കൂട്ടുക. 49 പ്ലസ്
8 49 പ്ലസ് 8 57. അപ്പൊ എത്ര കിട്ടി? 57 എന്ന് കിട്ടി. മക്കളെ നിങ്ങൾ ഇത് നോക്കിക്കൊണ്ട് ഇതേ രൂപത്തിൽ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കുക, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, റിമൈൻഡർ കുഞ്ഞുങ്ങളെ നിങ്ങൾ എഴുതരുത്. റിമൈൻഡർ ഇവിടെ എഴുതി വെച്ചിട്ട് ചെയ്യരുത്. അത് നോക്കുക. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആദ്യം നിങ്ങൾക്ക് ഒരിക്കലും അത് മറന്നു പോകും. റിമൈൻഡർ എത്രയാണെന്നുള്ള ഓർമ്മയൊക്കെ ചിന്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ അത് മെമ്മറി പാർട്ടിൽ ചെയ്തിട്ട് വീണ്ടും എടുത്തെഴുതുക. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന കുറെ ഏറെ കണക്കുകൾ എടുത്ത് നിങ്ങൾ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് 100 താഴെയുള്ള ഏത് സംഖ്യയുടെയും സ്ക്വയർ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതാണ് വളരെ സിമ്പിൾ എന്ന് ചോദിക്കുന്നത് ചോദ്യമായിട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. വാട്ട് ഈസ് ദ ഹാഫ് ഓഫ് 20 പ്ലസ് 20 എന്നുള്ളതാണ് ചോദ്യം. അത് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് ദ ഹാഫ് ഓഫ്, എത്രയാണ്? വാട്ട് ഈസ് ദ ഹാഫ് ഓഫ്, ഏതിന്റെ ഹാഫ് ആണ്? ഹാഫ് ഓഫ് 20 പ്ലസ് 20. ഹാഫ് ഓഫ് 20 പ്ലസ് മിക്കവരും 20 പ്ലസ് 20 40, 40യുടെ ഹാഫ് തെറ്റാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം, ഹാഫ് ഓഫ് 20 പ്ലസ് 20, ഹാഫ് ഓഫ് 20 എന്ന് പറഞ്ഞാൽ 20യുടെ ഹാഫ് ആണ്. 20യുടെ ഹാഫ് എത്രയാണ്? 10 ആണ്. 10 പ്ലസ് എത്രയാണ്? 20 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? നിന്റെ ആൻസർ 30 ആണ്. നിങ്ങളുടെ ആൻസർ എത്രയാണ്? 30 ആണ്. അല്ലാതെ ഇത് തെറ്റാണ്. ഇനി ഇതേ ചോദ്യം തിരിച്ചും ചോദിക്കാം, നിങ്ങളെ തെറ്റിക്കാനായിട്ട് ചോദിക്കാം. വാട്ട് ഈസ് ദ ഹാഫ് ഓഫ്, ഹാഫ് ഓഫ് ഇട്ടിരിക്കുന്നത് മൊത്തമായിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കും. ഹാഫ് ഓഫ് ഒരു ബ്രാക്കറ്റ് കൂടെ ഇട്ടാൽ കളിക്കുക. ബ്രാക്കറ്റ് കൂടെ ഇടുകയാണെങ്കിൽ, അതായത് ത്രോ ഭാഗം ഒന്നിച്ചങ്ങാണ് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്ത് വരും? ബ്രാക്കറ്റ് ഹാഫ് ഓഫ് 20 പ്ലസ് 20 ആണെങ്കിൽ ആൻസർ 20. കാരണം ഇത് രണ്ടും കൂട്ടിയിട്ട് അതിന്റെ ഹാഫ് കണ്ടാൽ മതി. ഇത് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഹാഫ് ഓഫ് 20 പ്ലസ് 20 റീഡ് ചെയ്യാവുള്ളൂ. അത് എത്രയാണ്? 10 പ്ലസ് 20 ആണ്. ആൻസർ എത്രയായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതൊരു ചെറിയ കണക്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതാണെന്ന് തോന്നുന്നു. ഈ കോമ്പറ്റീഷൻ ടെസ്റ്റിനും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ നോക്കുക. 1 ഡിവൈഡഡ് ബൈ 1 ഡിവൈഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 5 ഡിവൈഡഡ് ബൈ എത്രയാണ്? കാരണം കുട്ടികൾക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാകും. ചിലർക്ക് വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നിങ്ങൾ നോക്കാൻ ചാൻസ്. എന്താണ് ഇതിന്റെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. ഇത് ചെയ്യുന്ന രീതി എങ്ങനെയാണ് കറക്റ്റ് പറഞ്ഞാൽ, ഈ 2 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ്. നമുക്കല്ല 2 എന്താണ്? ഒരു റാഷണൽ നമ്പർ. 9th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിട്ട് പറയാം 2 എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പറാണ്. അഥവാ 2 എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്നത് ശരിക്കും പറഞ്ഞാൽ b/2 എന്നുള്ള ഫോമിലാണ് 2/1 എന്നത്. എങ്ങനെയാണ്? 2/1. ഇത് വരുന്നത് 3/1, ഇത് 4/1, ഇത് 5/1, ഇത് എത്രയാണ്? 6/1. ഇനി അപ്പൊ ഇതൊരു ഫ്രാക്ഷൻ ആയിട്ട് മാറി അല്ലെ? ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ആദ്യം കിടക്കുന്ന സംഖ്യ 1 ആണ്. 1നെ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കാം. 1 into ഇതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 1/2 കൊണ്ട് ഗുണിച്ചു. കണ്ടോ? 1/2 into വീണ്ടും ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചു. 1/3 into 1/4 into 1/5 into 1/ എത്ര വന്നു? കണ്ടോ? കാര്യം കണ്ട വരുന്ന കണ്ടോ? അതായത് ഇത് ന്യൂമറേറ്റർ ചുരുക്കം പറഞ്ഞാൽ എല്ലാം കൂടെ ഗുണിച്ചാൽ ന്യൂമറേറ്റർ എത്ര വരും? 1 വരും. ഡിനോമിനേറ്റർ എന്ത് വരും? ആ കിടക്കുന്ന ബാക്കിയുള്ള സംഖ്യകൾ എല്ലാം കൂടെ വരും. ഏതൊക്കെ വരും? 2 into 3 into 4 into 5 into 6. കണ്ടോ? അത് ഇനി ഇത് താഴത്തെ ഗുണിച്ചിട്ട് നിങ്ങളുടെ ആൻസർ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എത്ര? ഞാൻ വിളിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ടല്ല, നമ്മൾ അവിടെ മുന്നോട്ട് വിളിക്കുന്നതാണ്. അപ്പൊ നമുക്ക് 6 into 5, 6 into 5 30 ആണ്. 30 into 4, 3 into 4, 3 into 4 12 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ആണ് അല്ലെ? അപ്പം 12 into 3 അല്ലെ? അപ്പൊ 12 into 3 എന്ന് പറഞ്ഞാൽ 36 ആണ്. 36 into 2 72 ആണ്. അപ്പോൾ അത് സിംബോയുടെ വരും 1/720. ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. അങ്ങനെ ഞാൻ പറയുന്നത് എളുപ്പമാണ്, പക്ഷെ വളരെ എളുപ്പമാണ്. 1/3 വന്നു, 720 വന്നു. ഇതാണ് ഇതിനകത്ത് ട്രിക്ക്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല. ആദ്യത്തെ മാത്രം എഴുതുക, ബാക്കിയുള്ളത് എല്ലാം ഡിനോമിനേറ്റർ എഴുതുക. അതായത് 1 ഡിവൈഡ് ബൈ 2 ഡിവൈഡ് ബൈ 3 ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ 5 ഡിവൈഡ് ബൈ 6 എന്നാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സംഖ്യ ന്യൂമറേറ്റർ എഴുതുക 1 ഡിവൈഡഡ് ബൈ ബാക്കി എല്ലാം കൂടെ ഗുണിച്ചെഴുതുക 2 into 3 into 4 into 5 into 6. കേട്ടോ? ഇതാണ് ഇതിന്റെ ആൻസർ. ഞാൻ ഓരോന്നോടെ ചെയ്ത് കാണിക്കാം, നിങ്ങൾ നോക്കുക. പറയുകയാണ്, നിങ്ങൾ നോക്കുക. ഇങ്ങനത്തെ കണക്ക് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഉണ്ടാക്കി നിങ്ങളോട് പറയുകയാണ്. നോക്കുക, നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 3 divided by 4 divided by 5 divided by 6 divided by 7. കണ്ടോ? അപ്പൊ ഇവിടെ ഏത് സംഖ്യ വേണമെങ്കിലും വരാം കേട്ടോ. ഞാൻ ഈ എഴുതിയ സംഖ്യ എടുക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോ ക്രമത്തിനൊക്കെ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് 3 divided by 8 divided by
10 ÷ 11 ÷ എന്ത് വേണമെങ്കിലും പറയാം, ഒരു കുഴപ്പമില്ല. ഞാൻ ഫോർമാറ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊരു സംഖ്യ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയും മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ന്യൂമറേറ്റർ എഴുതുക 3, ബാക്കി ഏതൊക്കെ സംഖ്യയാണോ അതെല്ലാം ഡിനോമിനേറ്ററിൽ എഴുതുക. അപ്പൊ എത്ര വരും? 4 × 5 × 6 × എത്രയാണ്? 7. കണ്ടോ? ഇപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ÷ ബാക്കി ഗുണിച്ചാൽ മതി. അപ്പൊ ഇവിടെ എത്രയാണ് ഗുണിക്കുന്നത്? 42 അല്ലെ? 42 × 20 എന്നാണ്. അപ്പൊ 42 × 2 എന്ന് പറഞ്ഞാൽ 84 ആണ്. 840 ആണ് എന്റെ ആൻസർ. 3 × എത്രയെന്ന് വന്നു? 840. ഞാൻ ഇവിടെ ഗുണിച്ചപ്പോൾ ഞാൻ വേറെ രീതിയിലാണ് കൊടുത്തത്. നിങ്ങൾ നോക്കാം. 6 × 7 എത്രയാണ്? 42 മാറ്റി മെമ്മറി പാർട്ട് 42. ഇത് രണ്ടും കൂടെ ഗുണിച്ചു 4 × 5 20 ആണ്. അപ്പൊ 42നെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത് 42 × 8 840. എത്ര എളുപ്പം നമുക്ക് കിട്ടി. ഓക്കെ, എളുപ്പമല്ലേ? ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ഒക്കെ വെച്ച് ചെയ്യാൻ പോകണം, നടക്കില്ല, നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്ക് കറക്റ്റ് ആൻസറും വരില്ല, നിങ്ങൾക്ക് ഡെസിബൽ ആയിരിക്കും വരിക. അത് ഫ്രാക്ഷൻ ഇങ്ങനെ കൂടിക്കൂടി പോകും. കാരണം 1/3 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം 0.3333 എന്ന് പറഞ്ഞ് പോകും. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെ എഴുതുകയാണ് പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഇതിലേക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഫ്രാക്ഷൻസ് നിങ്ങൾക്ക് ഇതുപോലെ ഡിവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ തരിക. നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ സംഖ്യകളാണ്, ഇപ്പൊ ഫ്രാക്ഷൻസ് തരിക. ഒരു ഉദാഹരണം പറയാണ്. 1/3 ഡിവൈഡഡ് ബൈ 1/3 ഡിവൈഡഡ് ബൈ 1/4 ഡിവൈഡ് ബൈ 1/4. കണ്ടോ? ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ അതേ വിധേയക്ക് തന്നെയാണ്. പക്ഷെ ആൾക്കാർക്ക് കാണുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് പോലെ തോന്നും. ഒന്നും ബുദ്ധിമുട്ടിന്റെ കാര്യമില്ല. നിങ്ങൾ നോക്കുക, ആദ്യത്തത് നോക്കുക 1/2. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരമായിട്ട് റെസിപ്രോക്കലോട് ഗുണിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ 1/3 റെസിപ്രോക്കൽ എന്ത് വരും? 3/1. 3/1 എന്ന് പറഞ്ഞാൽ മക്കളെ 3 തന്നെയല്ലേ. അപ്പൊ 3 × അടുത്ത 1/4 റെസിപ്രോക്കൽ എത്രയാണ്? 4/1. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 1/5 റെസിപ്രോക്കൽ എത്ര വരും? 5/1. That is equal to 5. That is equal to ന്യൂമറേറ്റർ കൊണ്ട് ഗുണിക്കുക. എത്രയാണ്? 3 × 5 × 4 20. 20 × 3 20 × 3 എത്രയാണ്? 3 × 20 60 അല്ലേ? 60 ഡിവൈഡ് ബൈ എത്ര വന്നു? 2. നമുക്ക് വെട്ടിക്കളയാം. 2 കൊണ്ട് 60 വെട്ടാൽ നമുക്ക് എത്ര കിട്ടും? 30 കിട്ടും. അതാണ് നമുക്ക് കൃത്യമായ ആൻസർ കിട്ടി. എത്രയാണ്? 30 ആണ് ഇതിന്റെ ആൻസർ. അല്ലാതെ നിങ്ങൾ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ മക്കളെ, നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. ഇനി ഓരോന്നുണ്ട് ഇതുപോലെ ഞാൻ ചെയ്ത് കാണിക്കാൻ നോക്കുക. മക്കളെ അടുത്ത ഇതുപോലെ തന്നെ ഒരു കണക്ക് എഴുതിയിരിക്കുകയാണ്. 2/3 ഡിവൈഡ് ബൈ 2/5 ഡിവൈഡഡ് ബൈ 1/8 ഡിവൈഡഡ് ബൈ 5/9. ഈ ചോദ്യമാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചോദിക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രോ മാത്രമേ ഉള്ളൂ. സൈഡിലോട്ട് 2/3 × റെസിപ്രോക്കലോട്ട് ഗുണിക്കണം. അപ്പൊ എന്ത് വരും? 5/2. നോക്കാം. 2/3 × ഇതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് അതിന്റെ റെസിപ്രോക്കൽ എഴുതുന്നത്. അപ്പൊ എത്ര വരും? 5/2 × അടുത്ത എത്ര വരും? 8/1 × ഇത് എത്ര വരും? 9/5. കാരണം എല്ലാം തിരിച്ചിട്ട് കൊടുത്തു. സന്തോഷത്തോട് കൂടി 2 × വെട്ടിപ്പോകും. ഈ 3 ഇതിനകത്ത് വെട്ടിപ്പോകും. എത്ര വരും? 3 ടൈംസ് വരും. ഈ 5 വെട്ടിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 3 × 8 എത്ര കിട്ടി? 24 ആൻസർ കിട്ടി. കേട്ടോ? ഇത്രയുള്ള മാത്സിന്റെ കാര്യം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമാണ് മാത്സ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ഇത്രോ മാത്രമേ വീഡിയോ നീണ്ടു പോകുന്നു, അതുകൊണ്ട് ഞാൻ ഇത്രോ മാത്രമേ ഞാൻ ഇതിനകത്ത് ചെയ്യിക്കുന്നുള്ളൂ. നിങ്ങൾ നല്ലവണ്ണം കണക്കുകൾ കോമ്പറ്റീഷൻ ടെസ്റ്റിലൊക്കെ പോകുന്നതിൽ നല്ലവണ്ണം മാത്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനത്തെ ട്രിക്കുകൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ. ബാക്കി ഒരെണ്ണം എടുത്താൽ നിങ്ങൾക്ക് വീഡിയോ ബുദ്ധിമുട്ടാകും. പഴയ കാലത്തിലേക്കുള്ള പോകാതെ ഇപ്പൊ പഠിക്കുന്ന ഈ ട്രിക്കുകൾ മാത്രമേ യൂസ് ചെയ്യുക. എന്റെ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏറെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത 2-3 കാര്യം പോകുന്നുണ്ട്. ഒന്ന്, ഞാൻ ഇതിനകത്ത് ഇടുന്നത് ഞാൻ പറഞ്ഞായിരുന്നു, CBSE-യുടെ 9th വരുന്നുണ്ട്, 10th ക്ലാസ് വരുന്നുണ്ട്, +1 വരുന്നുണ്ട്, +2 വരുന്നുണ്ട്. +1 +2 കേരളയും CBSE-യുടെ ഒരേ ടെക്സ്റ്റ് ആണ് മാത്തമാറ്റിക്സിനും എല്ലാത്തിനും. അതുകൊണ്ട് തന്നെ അത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കുട്ടികളുണ്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുണ്ട്, അവർക്ക് അത് ഫോർവേഡ് ചെയ്തു കൊടുക്കുകയും ചെയ്യാം, അത് പഠിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കേരളയുടെ 9th സ്റ്റാൻഡേർഡിന്റെയും 10th സ്റ്റാൻഡേർഡിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എഴുതുന്നുണ്ട്. ഈ വർഷം 9th ടെസ്റ്റ് മാറിയിട്ടുണ്ട്. അപ്പം അതിന്റെ ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ അടുത്ത പരീക്ഷ കാലത്തുണ്ടാക്കാൻ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്സിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഇതിനകത്ത് ഇടും. അത് കുട്ടികൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാനത് ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ട്യൂഷന് വരുന്ന കുട്ടികൾ മിക്കവരും മാത്സിന്റെ ബേസ് കിട്ടാതെയാണ്
വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും A1 കിട്ടണം, അഥവാ A+ കിട്ടണം എന്നുള്ള ചിന്താഗതിയിലാണ് പഠിക്കുന്നത്. അങ്ങനെയല്ല പഠിക്കുന്നത്. ഫുൾ മാർക്ക് ഫോണിൽ ഇരുന്നുള്ള ചിന്താഗതി കുട്ടികളുടെ മനസ്സിലേക്ക് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള ചിന്ത പറഞ്ഞു കൊടുക്കുക. അവരത് മാത്രം ചിന്തിക്കുക, അവർക്കത് കിട്ടുകയും ചെയ്യും, അവരത് നേടുകയും ചെയ്യും. കൃത്യമായി പഠിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.